BB7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ ഒരിടത്തൊരിടത്തെന്ന് പറയുന്ന ടാസ്ക്കാണ് നടക്കുന്നത്. ഓൾറെഡി ഇന്നലെ 3 പേര് അവരുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചൊക്കെ വന്ന് സംസാരിച്ചിരുന്നു. ഇന്ന് സംസാരിക്കാനായി എത്തിയത് അഭിലാഷാണ്. ഡൊമസ്റ്റിക് വയലൻസ് നിറഞ്ഞ തൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഓർത്ത് നല്ല രീതിയിൽ ഇമോഷണൽ ആവുന്നുണ്ട് അഭിലാഷ്. ബാക്കി എല്ലാ കണ്ടസ്റ്റൻസും തന്നെ നല്ല രീതിയിൽ സങ്കടത്തിലാവുന്നുണ്ട് കേട്ടോ. 3 ചീട്ടുകളെടുത്ത് ആ ചീട്ടുകളിലുള്ള കാര്യങ്ങളാണ് സംസാരിക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ലഭിച്ചതായിരുന്നു കുട്ടിക്കാലം. നമുക്കെല്ലാവർക്കും അറിയാം അഭിലാഷ് ഒരു ഹാൻഡിക്യാപ്ഡ് ആണ്, കാല് വയ്യാത്തൊരു വ്യക്തിയാണ്. അങ്ങനെയുള്ളൊരു വ്യക്തി കുട്ടിക്കാലത്ത് അനുഭവിക്കുന്ന ഒരുപാട് ട്രോമ നമുക്കറിയാവുന്നതാണ്. ആ ട്രോമയിലൂടെ കടന്നു വന്നൊരു വ്യക്തിയും കൂടിയാണ് അഭിലാഷ്. പണ്ട് പലരും അഭിലാഷിനെ മുടന്തനെന്ന് വിളിച്ച് കളിയാക്കുകയും അഭിലാഷിൻ്റെ മുന്നിൽ കൂടെ ചട്ടി നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അഭിലാഷിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ഡാൻസ്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്റ്റേജിൽ നിന്ന് ഡാൻസ് കളിക്കുന്ന സമയത്ത് താഴെ വീഴുകയും അപ്പോൾ അഭിലാഷിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ടീച്ചർ വന്നിട്ട് അഭിലാഷിനോട് പറ്റുന്ന പണി ചെയ്താൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നാണ് അഭിലാഷ് ശരിക്കും റിയലൈസ് ചെയ്യുന്നത് താൻ മറ്റു കുട്ടികളെ പോലെയല്ല, തനിക്കെന്തോ ഒരു കുറവുണ്ടെന്ന്. പിന്നീട് ആ ഒരു ട്രോമയിൽ കൂടിയാണ് അഭിലാഷ് വളർന്നു വന്നതും. രണ്ടാമത് അഭിലാഷിന് ലഭിച്ച ചീട്ടാണ് അച്ഛൻ എന്നുള്ളത്. താൻ എങ്ങനൊരു വ്യക്തി ആകരുത് എന്ന് അച്ഛനെ കണ്ടാണ് പഠിച്ചതെന്നാണ് അഭിലാഷ് പറയുന്നത്. കാരണം കുട്ടിക്കാലത്ത് ഒരുപാട് ഡൊമസ്റ്റിക് വയലൻസ് അഭിലാഷ് അനുഭവിച്ചിട്ടുണ്ട്. അച്ഛൻ ഇപ്പോൾ മരിച്ചിട്ട് 10 വർഷമായി. എങ്കിലും അച്ഛൻ്റെ ചീത്ത സ്വഭാവം എല്ലാവരോടും വിളിച്ചു പറയാൻ ഉദ്ദേശിക്കുന്നതല്ല, അത്രമാത്രം അനുഭവിച്ചിട്ടുണ്ട്. കാരണം അഭിലാഷിന് അമ്മയെ വളരെ ഇഷ്ടമാണ്. എന്നാൽ കുടിച്ചിട്ട് വന്ന് അമ്മേനെ ഡെയിലി തല്ലുന്ന അച്ഛനെ അഭിലാഷ് കണ്ടാണ് വളർന്നത്. ഒരു ദിവസം അഭിലാഷും അമ്മയും റൂമിലിരുന്ന് സംസാരിക്കുന്ന സമയത്ത് കുടിച്ചിട്ട് കയറി വന്ന അച്ഛൻ അഭിലാഷിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അമ്മയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾ തമ്മിൽ പരിപാടിയെന്ന്. ഇതൊക്കെ താൻ കുട്ടിക്കാലത്ത് അനുഭവിച്ച ട്രോമയാണെന്ന് പറഞ്ഞ് അഭിലാഷ് കരയുന്നുണ്ട്. അഭിലാഷിൻ്റെ സങ്കടം കണ്ട് മറ്റ് കണ്ടസ്റ്റൻസ് പോലും കരഞ്ഞു പോവുകയാണ് കേട്ടോ. മൂന്നാമത് കിട്ടുന്ന ചീട്ട് പേഴ്സണൽ ലൈഫ് എന്നുള്ളതാണ്. പേഴ്സണൽ ലൈഫിനെ കുറിച്ച് പറയുന്നുണ്ട്. ശ്രീകുട്ടി എന്നാണ് വൈഫിൻ്റെ നെയിം. വൈഫായിട്ട് 3 വർഷത്തെ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു. പിന്നീട് ഫാമിലിയിൽ ഒരു പ്രശ്നം വന്ന് ഇവർ ഒളിച്ചോടി കല്യാണം കഴിക്കുകയാണ് ചെയ്യുന്നത്. 24-ാമത്തെ വയസ്സിലാണ് അഭിലാഷ് കല്യാണം കഴിക്കുന്നത്. ആ സമയത്ത് വരുമാന മാർഗം ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഒരു കോഴി സ്റ്റാളിൽ ജോലിക്കൊക്കെ പോകുന്നുണ്ട്. പിന്നീട് ഒരു പ്രൈവറ്റ് ബാങ്കിൽ കളക്ഷൻ ഏജൻ്റായി പോകുന്നുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ ഡാൻസ് ആയതുകൊണ്ട് ഡാൻസ് വിടാൻ പറ്റിയില്ല അഭിലാഷിന്. അങ്ങനെ അഭിലാഷും ഭാര്യ ശ്രീകുട്ടിയും കൂടി ചേർന്ന് ടിക്ടോക്കിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒരു ഡാൻസിൻ്റെ വീഡിയോ 15 സെക്കൻഡ് ഉള്ളത്. പക്ഷെ അത് നല്ല രീതിയിൽ റീച്ചായി. അങ്ങനെ യൂട്യൂബിലും ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. 1 വർഷം കൊണ്ട് ഇവർക്ക് 3 മില്യൺ ഫോളോവേഴ്സാണ് ലഭിക്കുന്നത്. അങ്ങനെയാണ് സോഷ്യൽ മീഡിയ ലൈഫ് വഴിയാണ് ഇവർക്ക് കുറച്ച് റീച്ച് ലഭിക്കുന്നതും. പിന്നീട് ഒരുപാട് അവസരങ്ങൾ അഭിലാഷിനെയും ശ്രീകുട്ടിനെയും തേടിയെത്തി. അഭിലാഷ് ഓൾറെഡി ഇപ്പോൾ സിനിമയിൽ അഭിനയിച്ചു, 2 സീരിയലുകളിൽ അഭിനയിച്ചു. അതിനുശേഷം അഭിലാഷ് പറയുന്നുണ്ട്, ശ്രീകുട്ടി എന്നുള്ളൊരു വ്യക്തി എൻ്റെ ലൈഫിൽ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഒന്നും ആകില്ലായിരുന്നു. ഇപ്പോൾ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇരിക്കാൻ കാരണം തന്നെ എൻ്റെ വൈഫാണെന്നൊക്കെ പറയുന്നുണ്ട്.